ജാതി സെൻസസ് നടപ്പിലാക്കുക എന്ന മുദ്രാവാക്യമുയർത്തിക്കൊണ്ട് വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ച ഈ സമര പോരാട്ടത്തിൻ്റെ ആരാധ്യനായ അധ്യക്ഷൻ റസാഖ് പാലേരി സാർ, ഈ സമര പോരാട്ടത്തിനായി വന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികൾ, വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ സമര നേതാക്കന്മാർ എന്ന് പറയുന്നതിലുപരി എനിക്ക് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ തോന്നുന്നത് എൻ്റെ സഹോദര പ്രസ്ഥാനത്തിലുള്ള എൻ്റെ സഹോദരന്മാരെ എന്നാണ്. കാരണം വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ഞങ്ങളുടെ സംഘടനയും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് അത്തരത്തിലേക്കാണ്. കാരണം നീതി നിഷേധിക്കുന്നിടത്ത് വെൽഫെയർ പാർട്ടിയുണ്ട്. ഭരണഘടനാ മൂല്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ആ അവസരത്തിൽ വെൽഫെയർ പാർട്ടിക്കാരുണ്ട്. ദളിത് ആദിവാസികളുടെ അവകാശങ്ങൾ ഉന്നയിക്കുന്നിടത്ത് വെൽഫെയർ പാർട്ടിക്കാരുണ്ട്. അവിടെയാണ് ഞങ്ങൾക്ക് നിങ്ങളെ സഹോദരങ്ങളെ എന്ന് വിളിക്കുവാൻ തോന്നുന്നത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളെ എന്ന്. അത് വെൽഫെയർ പാർട്ടിക്കാരുടെ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ വിളിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത് ജനാധിപത്യത്തെയും ഭരണഘടനയും മനസ്സിലാക്കിയ ഒരു കൂട്ടം ആൾക്കാരാണ് എനിക്ക് മുമ്പിലിരിക്കുന്ന വെൽഫെയർ പാർട്ടിക്കാരെന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാതെ, ജനാധിപത്യത്തെയും ഭരണഘടനയെയും മനസ്സിലാക്കാതെ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിസഭയുണ്ടല്ലോ, അതുകൊണ്ടാണ് കേരളത്തിന് ഗതി ഇത്തരത്തിലേക്ക് ആയി മാറിയത് എന്നുകൂടി ഞാൻ ബോധ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ദളിത് ആദിവാസികളുടെയൊക്കെ അവസ്ഥയെ നോക്കിക്കണ്ടാൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ അമ്മമാരുടെയും അല്ലെങ്കിൽ അവരുടെ സഹോദരന്മാരുടെയും അവർക്ക് വേണ്ടിയുള്ള നീതി നിഷേധിക്കുന്നിടത്തും അവരുടെ അവകാശങ്ങൾക്കും വേണ്ടി പോരാടുന്ന ഒരു നാടായി നമ്മുടെ കേരളം മാറി എന്നതിൽ അതിശയമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ദളിത് ആദിവാസികളുടെ പുരോഗതിക്ക് വേണ്ടി നിരവധി ഫണ്ടുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ പോലും ഈ സമൂഹത്തിന് ഈ കാലഘട്ടം എത്തി നിൽക്കുമ്പോൾ പോലും ഒരു മാറ്റവും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോഴാണ് തെക്കോട്ടും വടക്കോട്ടും ഒരു ബസ്സിൽ 1.5 കോടി രൂപ ചെലവാക്കിക്കൊണ്ട് ഇവിടുത്തെ സർക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 1.5 കോടി രൂപ മുടക്കി ഏതെങ്കിലും ഊരുകളിലോ കോളനികളിലോ അവരുടെ ആവശ്യ സാധനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ആ പണം ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ ദളിത് ആദിവാസികൾ എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആ സാഹചര്യത്തിലേക്ക് മാറുകയില്ലായിരുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ ദളിത് ആദിവാസി മറ്റു പിന്നോക്ക മത ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഇവിടുത്തെ സർക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെയാണ് എൻ്റെ സഹോദരങ്ങളോട് പറയുവാനുള്ളത്, അല്ലെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു ജനപ്രതിനിധികളോട് അല്ലെങ്കിൽ ജനവിഭാഗത്തോട് പറയുവാനുള്ളത്, സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുവാനും സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ മുന്നിട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുവാൻ ഇവിടുത്തെ സർക്കാരിന് കഴിഞ്ഞില്ല എങ്കിൽ ആ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന വെൽഫെയർ പാർട്ടിക്കാർ പോലുള്ള ആ പാർട്ടികൾക്ക് നിങ്ങൾ ഇവിടുത്തെ ഭരണം കൈമാറുക എന്നുള്ളതാണ്. അവർ തീർച്ചയായും ഈ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഇവിടെ പരിഹാരം കണ്ടിരിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമ്പോഴാണ് ഇവിടുത്തെ രാജ്യം അല്ലെങ്കിൽ ഇവിടുത്തെ കേരളം, നമ്മുടെ സംസ്ഥാനം ഒരു മാറ്റമുള്ള ഭരണക്രമം ഉണ്ടോ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. ആ തരത്തിലേക്ക് മുന്നോട്ട് പോകുന്നതിൽ വെൽഫെയർ പാർട്ടിക്കാരോടൊപ്പം എപ്പോഴും DSS കേരള എന്ന് പറയുന്ന ഞങ്ങളുടെ സംഘടന നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമയ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭീം. പ്രിയപ്പെട്ട